നമസ്കാരം. വെട്ടിക്കൽ വോയിസിൻ്റെ പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നാട്ടറിവിൻ്റെ 110ാമത് വേദിയും അതുപോലെ തന്നെ ഈ സീസണിലെ ലാസ്റ്റ് പ്രോഗ്രാമും നമ്മുടെ വില്ലൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ 110ാമത് വേദിയുടെയും ഈ സീസണിലെ ലാസ്റ്റ് പ്രോഗ്രാമിൻ്റെയും സെലിബ്രേഷൻ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിലെ കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലെ ഭരണാധികാരികളും അവിടുത്തെ സംഘാടകരും ചേർന്നാണ്. അടുത്തതായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നാട്ടുവിലൂടെ പ്രൊഫഷണൽ കലാരംഗത്ത് എത്തുകയും നാട്ടുവിന്റെ ടൈറ്റിൽ രചന വളരെ മനോഹരമായ രീതിയിൽ നിർവഹിച്ച പ്രിയപ്പെട്ട കലാകാരൻ രജി പച്ചക്കാട്. ഒരു നാൾ മലയാള സിനിമയുടെ അറിയപ്പെടാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നാട്ടുവിന്റെ ആശംസിക്കുന്നു. രജി പച്ചക്കാടിനെ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. രജി പച്ചക്കാടിന് മൊമന്റോ നൽകുന്നതിന് വേണ്ടി ക്ഷേത്ര കമ്മിറ്റി അംഗം ജി ബിജുവിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരിയായ കലാകാരി, ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ കുഞ്ഞനിയത്തി സൂര്യ നാട്ടറിവിനെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സൂര്യ നാട്ടറിവിന് മൊമന്റോ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ നാട്ടറിവിന്റെ നെടുന്തൂണ്, നാട്ടറിവിന്റെ അമരക്കാരൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാമായ ശ്രീ അരുൺ കൃഷ്ണയെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മൊമന്റോ നൽകി ആദരിക്കുന്നത് ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി നാട്ടറിവിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യവും അതിലുപരി ദൃശ്യാവിഷ്കാരങ്ങളുടെ വേഷപ്പകർച്ചയിൽ നിറഞ്ഞാടിയ നാട്ടറിവിന്റെ പ്രിയ കലാകാരൻ മനോജ് അഞ്ചാങ്കൽ, അതായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പോപ്പിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പോപ്പിക്ക് മൊമന്റോ നൽകുന്നതിന് വേണ്ടി വീണ്ടും ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളുടെ സ്വന്തം അരുൺ കൃഷ്ണയെ. അതിനുശേഷം അവരുടെ 110ാമത് വേദിയും അതുപോലെ തന്നെ ഈ സീസണിലെ ലാസ്റ്റ് പ്രോഗ്രാമുമായ ഈ പ്രോഗ്രാം നാട്ടറിവിൻ്റെ കലാകാരന്മാരും അവരുടെ ഓണറും എല്ലാം കൂടി ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് വളരെ സന്തോഷവനായി ആഘോഷിക്കുകയുണ്ടായി. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു വേളയിൽ. കാരണം തിരുവനന്തപുരം നാട്ടറിവ് തെക്കൻ കേരളത്തിലല്ല കേരളത്തിൽ ശിവകാർത്തിക് ഒരുപാട് ഏറ്റവും കൂടുതൽ വേദി കളിച്ച ഒരു സമിതിയാണ് തിരുവനന്തപുരം നാട്ടറിവ്. അതായത് 110ാമത്തെ വേദിയാണ് ഞങ്ങൾ ഇന്ന് ഈ ക്ഷേത്രത്തിൽ. ഇതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ഞാനും ഇതിൽ ആദ്യ വർഷമാണ് ഈ സമിതിയിൽ. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ എല്ലാ കലാകാരും വളരെ സ്നേഹത്തോടെ പോകുന്നതാണ്. ഇദ്ദേഹമാണ് ഫാമിലി എല്ലാവരും സന്തോഷമായിട്ട് എല്ലാവരും നമ്മളെ പകരി സാഹിത്യ കുമാരൻ ഉൾപ്പെടെ എല്ലാവരും ചാനല് എല്ലാവരും ഒരുപാട് സന്തോഷം. നമ്മൾ അത് മാത്രമല്ല അവസാന വേദിയിൽ നമുക്ക് എല്ലാ സഹായം ചെയ്യാത്ത ചേട്ടന്മാരും എല്ലാവർക്കും
കാണുവാൻ പോകുമ്പോൾ സുന്ദരിയായൊരു മഞ്ചി പെണ്ണ് മഞ്ചി കൊണ്ടിരുന്ന്